ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നമ്മളെ ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ അവൻ ബേസിക്കലി ഒരു ഇൻവെസ്റ്ററാണ്. ഒരാൾക്ക് ബിസിനസ് അറിയാം, ഒരു ബിസിനസ് മോഡൽ അറിയാം. അപ്പോൾ ആ ബിസിനസ് മോഡൽ ഓക്കെ, നീ ചെയ്തോ ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് ഫുള്ള് ഞാൻ ഇട്ടോളാം, നീ ഫുള്ള് നടത്തിക്കോ, നമ്മൾ 50-50. പക്ഷെ ഇവരിത് എഴുതിയിട്ടൊന്നുമില്ല, ഒരു പേപ്പറിലൊന്നും എഴുതില്ല. ഫ്രണ്ട്സ് അല്ലേ, പരസ്പരം സംസാരിച്ച്. ഇപ്പം ഫ്രണ്ട്സ് തമ്മിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളല്ലേ വിശ്വാസമല്ല, വിശ്വാസമല്ലാതെ വിശ്വാസം അല്ലെങ്കിൽ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിശ്വാസം പിന്നെ ഒന്നും ചോദിക്കാൻ അറിയൂല, എഴുതാനും പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവർ കച്ചവടം തുടങ്ങി. ആദ്യത്തെ 2 വർഷം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ അതേമാതിരി ഓപ്പറേഷണൽ എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പം അങ്ങനെ പോകുന്നുണ്ട്, ഒക്കെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനി 1-2 പ്രൊജക്റ്റൊക്കെ കിട്ടി, വരവുക്ക ആവാൻ തുടങ്ങി. അപ്പം മറ്റേ ആള്, നടത്തുന്ന ആള് ഇയാളോട് പറഞ്ഞ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കിട്ടണമെങ്കിലും ഇപ്പം മൊത്തം എനിക്കാട്ടോ, അല്ല നമ്മളൊരു 80-20 ആക്കിയാലോ, ഞാനാണല്ലോ ഫുള്ള് അധ്വാനിക്കണത്. അപ്പോൾ പറഞ്ഞാൽ എന്നായിക്കോട്ടെടാ, എനിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. കാരണം ഇയാള് ബേസിക്കലി ഇയാൾ റിച്ചാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്തത്, അവനൊന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവനോടുള്ള സ്നേഹം കൊണ്ടും അവനോടുള്ള ഒരു താല്പര്യം കൊണ്ടുമാണ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് ആ പൊട്ടനറിയില്ല. അങ്ങനെ അവൻ വീണ്ടും വളർന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പം ഈ കമ്പനി ലാഭത്തിലായി. ഇനി ഓപ്പറേഷണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്ററുടെ ക്യാഷ് ഇടണ്ടാത്ത ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഒരു ദിവസം വരെ ഇങ്ങനെ പോയപ്പോൾ അവൻ പറഞ്ഞേ, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനിയിൽ തീരെ ഇൻവോൾവ്മെന്റ് ഇല്ലല്ലോ, പണി മൊത്തം ഞാനാണല്ലോ, കമ്പനി ഞാനാണ് നടത്തുന്നത്, നിങ്ങൾക്ക് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, നിങ്ങൾ പൈസ തന്നിക്കണമെന്നുള്ളത് ശരിയാണ്, ആ പൈസ ഞാൻ തിരിച്ചുതരാം. പിന്നെ നിങ്ങൾക്ക് ഒരു പേരിനൊരു ഷെയറും ഇവിടെ നിലനിർത്താം, 5%, 95 ഉണ്ടതും 5 നിങ്ങളതും, നിങ്ങളെ ഞാൻ പൈസ തിരിച്ചു തരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ അപ്പോൾ അയാൾ പറഞ്ഞടാ, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നീ ഒന്ന് രക്ഷപ്പെട്ടു പോകണം, കമ്പനി ഇപ്പോൾ കര കയറിയല്ലോ, നീ ഇത് കൊണ്ട് നടത്തും, 100% നീ എടുക്കുക, 100% നീ എടുക്കുക, എന്നിട്ട് നീ നടത്ത്, എന്നിട്ട് നിനക്ക് ലാഭം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇറക്കിയ കാശ് മാത്രം എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു. അപ്പം ഇതൊരിക്കലും ബിസിനസ് ഡീലല്ല, ഇത് അയാൾ രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണ്. പക്ഷെ മറ്റേ ആളെടുത്ത കണ്ടോ, ആദ്യം 50-50 പറഞ്ഞു തുടങ്ങിയ കമ്പനി ലാഭമായി. അതായത് ഏതൊരു കാര്യവും, എന്ത് കാര്യവും, ഒരു ഉദാഹരണം, ഒരു പണി കഴിഞ്ഞിട്ടല്ല നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു വീടിന്റെ ഉദാഹരണം വെച്ച് പറയാൻ, ഇതുമായി കണക്റ്റഡ് ആയിട്ട് ഒരു വീടിന്റെ ഉദാഹരണം പറയും. ഇപ്പൊ അച്ഛൻ പറയും, എടാ നീ വീടുണ്ടായിക്കോ, വീട് നിന്റെയാന്ന് പറയും. അല്ലെങ്കിൽ അമ്മ പറയും, ആ ഓക്കെ അച്ഛൻ ഞാൻ വീടുണ്ടാക്കാന്ന് പറയും. ആ എന്റെ ആണെന്ന് അപ്പ ആ മുദ്രപ്പേപ്പറിലൊന്ന് എഴുതിയേക്ക് എന്ന് പറയാതെയാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. നിന്റെ ക്യാഷ് ഇപ്പം നിന്റെ പോക്കറ്റിൽ, അല്ലെങ്കിൽ എന്റെ ക്യാഷ് എന്റെ പോക്കറ്റിലാ ഉള്ളെ. ഇപ്പം ഇങ്ങനെ പറയാം. ഇവിടെ സ്ട്രിക്റ്റ് വേർഡ് ഇതാണ്, പപ്പ ഏതായാലും നിങ്ങൾ വീട് പറമ്പ് എന്റെ പേരിലാക്കാൻ തീരുമാനിച്ചല്ലോ, വീട് ഉണ്ടാക്കണ ഞാനാണല്ലോ, അനിയന് വേണ്ട ക്യാഷ് ഞാൻ കൊടുത്തോളാം, അല്ലെങ്കിൽ പെങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാൻ കൊടുത്തോളാം, പെങ്ങന്മാർക്ക് വേണ്ട ഞാൻ കൊടുത്തോളാം. എന്നാൽ അതൊന്നും നമുക്ക് പേപ്പർ ആക്കിയാലോ എന്ന് അപ്പം ചോദിച്ചാൽ അപ്പം എന്ത് ചെയ്യും, എഴുതി തരും. കാരണം നമ്മൾ വീട് ഉണ്ടാക്കിയിട്ടില്ല, പാലം കടന്നിട്ടില്ല. ഇനി ഞാൻ വേറെ സൈക്കോളജി പറഞ്ഞുതരാം. ഇവൻ ലാഭത്തിലായ ലാഭം കിട്ടിത്തുടങ്ങിയാൽ പിന്നെ ഇയാളുടെ ആവശ്യമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പാലം കടന്നാൽ പിന്നെ കുരാന. നിന്റെ പൈസ ഇറങ്ങി, അല്ലെങ്കിൽ എന്റെ പൈസ ഇറങ്ങി, വീട് ഭൂമിയിലായി, വീട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്നിട്ട് നീ അച്ഛനോട് അത് എഴുത്തുന്നതിനെ കുറിച്ച് ചോദിച്ചു നോക്കിയാ, നേരത്തെ പറഞ്ഞ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നിന്റേതാണ് വീട് എന്ന് പറഞ്ഞ ആള് തന്നെ മാറ്റി പറയും. കാരണം ഓൾറെഡി നിന്റെ പൈസ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു, ഓൾറെഡി നിന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ എപ്പോഴും എഗ്രിമെന്റ് എപ്പോഴാണ് വെക്കണ്ടേ? ഫ്രണ്ട്സ് ആണെങ്കിലും വേണ്ടില്ല, അച്ഛനാണെങ്കിലും വേണ്ടില്ല, അനിയനാണെങ്കിലും വേണ്ടില്ല, ആ വിഷയം നടക്കുന്നതിന്റെ മുമ്പ് എന്ത് വേണം, എഗ്രിമെന്റ് എഴുതണം. കാരണം വിഷയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ബോൾ അവരുടെ കോട്ടിലാണ്, വിഷയം നടന്നിട്ടില്ലെങ്കിൽ ബോൾ നമ്മളെ കോട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങൾ വരിക വിഷയം നടന്നതിന് ശേഷം. മനുഷ്യന് ആ ഒരു ആവശ്യക്കാരനാവുമ്പോൾ അവനൊരു സ്വഭാവവും, ആവശ്യക്കാരനല്ലാത്തപ്പോൾ അവന് മറ്റൊരു സ്വഭാവം. അപ്പൊ എഗ്രിമെന്റ്സ് ഒക്കെ ആവശ്യക്കാരനായിരിക്കുന്ന കാലത്ത് എഴുതണം, അത് ന്യായമായി എഴുതണം. എന്താണോ ന്യായം, എന്താണോ കാര്യങ്ങൾ, അതാദ്യമേ എഴുതി വെക്കുക, അതല്ലെങ്കിൽ അടിച്ചു പിരിയും. അതായത് ബിസിനസ് ആണെങ്കിലും വീട് വെക്കുന്ന കേസ് കേട്ടാണെങ്കിലും എന്താണെങ്കിലും, സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം അനിയനാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും ഒക്കെ വിഷയം നടക്കുന്നതിന് മുമ്പ് അപ്പോഴേ കുടുംബത്തിന് ഭദ്രത ഉണ്ടാവുള്ളൂ, അപ്പോഴേ പാർട്ട്ണർഷിപ്പിന് ഭദ്രത ഉണ്ടാവുള്ളൂ, അപ്പോഴേ കമ്പനിക്ക് ഭദ്രത ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഈ എഗ്രിമെന്റ് എഴുതാത്തത് ഭദ്രത നഷ്ടപ്പെടും. കാരണം പ്രോഫിറ്റബിൾ ആയതിനു ശേഷം, കാര്യം നടന്നതിന് ശേഷം, പാലം കടന്നതിന് ശേഷം കുരായണ്ണ അടിക്കും.